Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Okay, good afternoon. ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, കൃഷ്ണപ്രിയ അച്ഛനല്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഗ്രീഷ്മ. ഓക്കെ, ഷബീന ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓക്കെ സൗമ്യ, അപ്പം നമുക്ക് അതിന്റെ എല്ലാ മിസ്സുമാരും അത് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി അത് എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു പേന ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത് നമ്പർ ചെയ്ത് വെക്കാം. അപ്പൊ അതൊരു ക്ലാസ്സിൽ ഇപ്പൊ 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളത് കേട്ട് വേഗം തന്നെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതിന് 4 കമ്പോണന്റുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ്? പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, കോമൺ റൂട്ട് വേർഡ് ഉണ്ട്, അതുപോലെ തന്നെ അബ്രീവിയേഷൻസും ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഞാനിന്ന് എടുക്കുന്നത് കോമൺ റൂട്ട് വേർഡ് ആണ് കേട്ടോ. ആദ്യം മിസ് പ്രിഫിക്സും സഫിക്സും എടുക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് കോമൺ റൂട്ട് വേർഡ് കഴിഞ്ഞ് വരുന്ന അബ്രിവിയേഷൻസ് എല്ലാതും ഷെയർ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാ മിസ്സുമാരും കൂടെ ഷെയർ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോ നമുക്കറിയാം അല്ലെ, നിങ്ങൾ ആ 4 ഭാഗങ്ങൾ പഠിച്ചു. പ്രിഫിക്സ്, അതുപോലെ തന്നെ സഫിക്സ്, പിന്നെ എന്താണ് കോമൺ റൂട്ട് വേർഡ്, അബ്രിവിയേഷൻസ്. ഓക്കെ, അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് ഓർ ഫണ്ടമെന്റൽ പാർട്ട് ഓർ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം ആണ് കേട്ടോ. അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചീഫ് പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് പൊതുവെ അത് എന്തിനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? ഏതെങ്കിലും ബോഡി ഓർഗനെ ആയിരിക്കും അല്ലെ? ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെയോ അല്ലെങ്കിൽ ഒരു ബോഡി ഓർഗനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് അല്ലെ? ലാറ്റിൻ പദങ്ങൾ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ല, പക്ഷെ അതിന് ഇംഗ്ലീഷ് മീനിങ്ങുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മീനിങ്ങുകൾ നമുക്ക് പലതും അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ പറയാ, സ്റ്റൊമക്ക് അല്ലെ? സ്റ്റൊമക്ക് എന്നുള്ളത് സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം. അബ്ഡോമൻ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം, പക്ഷെ അതിന്റെ സ്റ്റൊമക്ക് എന്നുള്ളതാണ് അതിന്റെ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡിന്റെ അത്ര ഫെമിലിയർ അല്ല, അതിന്റെ മീനിങ്ങുകൾ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. എല്ലാവരും പേനയൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യണേ. പിന്നെ നമ്മളിവിടെ പ്രിഫിക്സും സഫിക്സും കോമൺ റൂട്ട് വേർഡും അബ്രിവിയേഷൻസ് എല്ലാം ഒന്നിൽ നിന്ന് തന്നെ നമ്പർ ചെയ്തിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ചില ആളുകളുടെ ഇടയിൽ കയറുമ്പോഴേ നമ്മൾ നമ്പർ പറയുമ്പോൾ ചിലപ്പോൾ പ്രിഫിക്സിലോ സഫിക്സിലോ ഒക്കെ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കും. നമ്മൾ ഇന്ന് പറയുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പേജ് എടുക്കാം. ഫസ്റ്റ് പേജിനകത്ത് 1 മുതൽ 10 വരെയാണ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് ആണ് പറയുന്നത്. അപ്പോ ആ ഒരു പേജിനകത്ത് 1 തൊട്ട് 10 വരെയാണ് ഉള്ളത് കേട്ടോ. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ജസ്റ്റ് അതൊന്ന് വായിക്കാം. വായിച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് 1 ആണ്. ഫസ്റ്റ് റൂട്ട് വേർഡ് ആണ് എക്കൗ. എന്താണ് എക്കൗ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എക്കൗസ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? എക്കൗസ്റ്റിക്സ്, എക്കൗസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ഓക്കെ, അപ്പൊ എക്കോ എന്താണ് അതിന്റെ മീനിങ്? ഹിയർ എന്നാണ് കേട്ടോ. കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ് മീനിങ്? ഹിയർ. കേട്ടിട്ടില്ലേ? എക്കൗസ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്? ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഹിയർ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സെക്കൻഡ് 1 വരുന്നതാണ് അഡിപ്പ്. എന്താണ് അഡിപ്പ്? അഡിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഫാറ്റ് എന്നാണ് കേട്ടോ. കൊഴുപ്പ്. നമ്മുടെ സ്കിന്നിന്റെ അടിയിലായിട്ട് ആഡിപ്പോസ് ടിഷ്യൂസ് എന്നൊക്കെ പറയും. ആഡിപ്പോസ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന്റെ താഴെയായിട്ട് കേട്ടോ. ഓക്കെ, ആഡിപ്പോസ്. അപ്പൊ ആഡിപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എന്താണ്? ഫാറ്റ് എന്നാണ് കേട്ടോ, ഫാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആൽബ്. ആൽബ് ആൽബ് എന്ന് പറയുമ്പോ അതിന്റെ മീനിങ് എന്താണ്? വൈറ്റ് എന്നാണ് കേട്ടോ. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ അതിനകത്ത് ഡെർമറ്റോളജിയിൽ നമ്മൾ ആൽബിനിസം എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആൽബിനിസം, വെള്ളപ്പാണ്ട്, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? ആൽബിനിസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ആൽബ് എന്ന് പറയുമ്പോൾ വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആൽബിനിസം എന്ന് പറയുന്ന വെള്ളപ്പാണ്ടിനെയാണ് പറയുന്നത്. അപ്പൊ ആൽബ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? വൈറ്റ് എന്നാണ് കേട്ടോ, വൈറ്റ്. ഓക്കെ, അടുത്തതാണ് ആൾജസ്. ആൾജസ് മീനിങ് എന്താണ്? പെയിൻ എന്താണെന്ന്? പെയിൻ എന്നാണ് കേട്ടോ, പെയിൻ. വേദന നമ്മൾ പറയില്ല അനാൾജസിക് എന്നൊക്കെ പറയില്ലേ? അനാൾജസിക് മെഡിസിൻസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? വേദന സംഹാരിയാണ് അല്ലെ, അനാൾജസിക്. ആൾജസ് കേട്ടോ, ആൾജസ് എന്താണ് അതിന്റെ മീനിങ്? പെയിൻ എന്നാണ് കേട്ടോ, പെയിൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആൻഡ്രോ. ആൻഡ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർത്താൽ മതി? ആൻഡ്രോജൻ, ആൻഡ്രോളജി. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ആൻഡ്രോളജി, യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ്രോജൻ പുരുഷ ഹോർമോൺ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ആൻഡ്രോ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മെയിൽ എന്നാണ് കേട്ടോ, മെയിൽ. ഓക്കെ, പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കുള്ള ഒരു ഹോർമോൺ ആണ് ഇത് ആൻഡ്രോജൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആൻഡ്രോ എന്ന് പറയുമ്പോൾ മെയിൽ എന്നാണ് കേട്ടോ മീനിങ്. ഓക്കെ, അടുത്തതാണ് അയോർട്ട. അയോർട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാധമനിയാണ് കേട്ടോ. എന്താണ്? മഹാധമനിയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ എന്താ പറയുക ബ്ലഡ് വെസൽ ആണ് കേട്ടോ, അയോർട്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാം, ലാർജ് ആർട്ടറി. ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്? ധമനിയാണ് അല്ലെ. ഓക്കെ, ലാർജ് ആർട്ടറി എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട് അല്ലെ. 4 അറകളുണ്ട്. മുകളിൽ 2 അറകളുണ്ട്, താഴെ 2 അറകളുണ്ട് അല്ലെ. മുകളിലെ അറകളെ നമ്മൾ എന്താ പറയാ? ഏട്രിയം എന്നാണ് പറയുക കേട്ടോ, ഏട്രിയംസ്. ഓക്കെ, താഴെയുള്ള അറകളെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നാണ് പറയുക കേട്ടോ, വെൻട്രിക്കിൾസ്. അപ്പൊ ഈ അയോർട്ട എന്ന് പറയുന്നത് മഹാധമനിയാണ്. ഇത് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എ ലാർജ് ആർട്ടറി എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഇടത് ഭാഗത്തെ വെൻട്രിക്കിൾ, താഴത്തെ ലെയർ ആണ് കേട്ടോ. വലത് ഭാഗത്ത്, വലതല്ല, ഇടത് ഭാഗത്തെ താഴത്തെ അറയിൽ നിന്നും തുടങ്ങുന്ന ഒരു വലിയ ധമനിയാണ് അയോർട്ട എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മുടെ ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ആർട്ടറിയാണ് കേട്ടോ. ഓക്കെ, ഇത് ലാർജ് ആർട്ടറി, ഏറ്റവും വലിയ ധമനിയാണ് കേട്ടോ. ഇത് അയോർട്ട എന്ന് പറയുന്നത്. മലയാളത്തിന് മഹാധമനി എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്വ. അക്വ അറിയാലോ, വാട്ടർ എന്നർത്ഥം. അക്വസ്, അക്വാമാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പൊ അക്വേറിയം അല്ലെ. അക്വ എന്താണ്? വാട്ടർ എന്നാണ് മീനിങ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ആസ്ഫിക്സിയ. എന്താണ്? ആസ്ഫിക്സിയ. ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ മീനിങ് എന്താണ്? ലാക്ക് ഓഫ് ഓക്സിജൻ or excess of carbon dioxide in the body that results in unconsciousness. കേട്ടോ, അതായത് ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെയധികം എക്സസ് ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ബോഡി അൺകോൺഷ്യസ് ആവാണ് അല്ലെ, അബോധാവസ്ഥയിലോട്ട് പോകും. നമ്മുടെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലും നമ്മൾ എന്താവും? അൺകോൺഷ്യസ് ആവും അല്ലെ, അബോധാവസ്ഥയിലാവും. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ആസ്ഫിക്സിയ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ആസ്ഫിക്സിയ? ഓക്കെ, അടുത്തതാണ് എസ്റ്റൻ. എസ്റ്റൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, വീക്ക്. ഓക്കെ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എനർജി എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ വീക്ക് ആവുക, ലാക്ക് ഓഫ് എനർജി ഓർ സ്ട്രെങ്ത്, നമ്മുടെ എനർജി നഷ്ടപ്പെടുക, നമ്മുടെ സ്ട്രെങ്ത് കുറയും, ക്ഷീണം വരുന്ന അവസ്ഥ അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്? ഓഡി. ഓഡി എന്താണ്? ഓഡിബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓഡിറ്ററി, ഓഡിബിൾ. എന്താണ് അർത്ഥം? ടു ഹിയർ. എന്താണ് അർത്ഥം? ടു ഹിയർ. ഓക്കെ, കിട്ടിയോ? അപ്പൊ അതില് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 5 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 5 മാർക്ക് ചെയ്തേ. 5, 7 മാർക്ക് ചെയ്യാം. 8, 9, 10. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. 5, 7, 8, 9, 10 കേട്ടോ. മാർക്ക് ചെയ്തോ? 5, 7, 8, 9 and 10. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ അല്ലേ?
പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നിങ്ങളെ ക്ലാസ്സിൽ ഇപ്പൊ കേരളത്തെ കുട്ടികൾ ഉണ്ടാവില്ലേ, ലീവായിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് ആർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ബാക്കിയുള്ളത് വായിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഈ മാർക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് പഠിച്ചു തന്നെ നിങ്ങൾ എക്സാമിന് പോകണം കേട്ടോ. അതിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ബാക്കിയുള്ളത് പഠിക്കാൻ പറ്റുന്നവര് പഠിക്കാം, അല്ലാത്തവർ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 11 തൊട്ട് 29 വരെയാണ് കേട്ടോ. 11 തൊട്ട് 29 വരെയുള്ള പേജാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം ജസ്റ്റ് വായിക്കാം കേട്ടോ, എന്നിട്ട് ലാസ്റ്റ് നമ്പേഴ്സ് പറയാം. ഒന്നാമത്തത് ബ്രോങ്ക് ആണ് കേട്ടോ. ബ്രോങ്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോൾസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ എന്താ, നമ്മുടെ ശ്വാസനാളത്തിലൊക്കെ കഫം കെട്ടി നിന്നിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിനല്ലേ നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ബ്രോങ്ക് എന്ന് പറഞ്ഞ എന്താണ്? വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? വിൻഡ് പൈപ്പ് കേട്ടോ. ബ്രോങ്ക് എന്ന് പറയുമ്പോൾ ഒരു ലാറ്റിൻ വാക്കാണ്, അത് നമുക്ക് ഫെമിലിയർ അല്ല, പക്ഷെ അതിന് ഇംഗ്ലീഷ് വാക്ക് നമുക്കറിയാം അല്ലെ. വിൻഡ് പൈപ്പ് ആണ് കേട്ടോ, ശ്വാസനാളം. ഓക്കെ, അടുത്തതാണ് ബക്ക്. ബക്ക് എന്ന് പറഞ്ഞാൽ ചീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചീക്ക്, കവിള് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഭാഗമാണ് കേട്ടോ. അടുത്തതാണ് ബർസ. ബർസ മീൻസ് പൗച്ച് ഓർ സാക്ക് എന്നാണ് കേട്ടോ. പൗച്ച് ഓർ സാക്ക്, ദാറ്റ് മീൻസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്മോൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ആണ് കേട്ടോ. നമ്മളിങ്ങനെ അകത്ത് ഫ്ലൂയിഡ് ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ചെറിയൊരു പൗച്ച്, സാക്ക്, അതിനെയാണ് നമ്മൾ ബർസ എന്ന് പറയുന്നത് കേട്ടോ. ബർസ മീനിങ് പൗച്ച് ഓർ സാക്ക്. അടുത്തതാണ് കാലസ്. കാലസ് എന്ന് പറഞ്ഞ എന്താ മീനിങ്? ഹാർഡ് അല്ലെങ്കിൽ തിക്ക് സ്കിൻ, ആൾസോ എ മെഷ്വർക്ക് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. ഹാർഡ് ഓർ തിക്ക് സ്കിൻ. നമ്മുടെ കയ്യിൽ തയമ്പ് വരാറില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തൊട്ട് നോക്കിയിട്ട് അവിടെ തയമ്പുണ്ട് എന്തിനു വേണം. നമ്മൾ ഇപ്പൊ ബസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ബസ്സിൽ കമ്പിമ പിടിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അല്ലെ, നമ്മുടെ കയ്യിൽ ഇവിടെ ചെറിയ തയമ്പ് പോലെ ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവാറില്ലേ? അത് തന്നെ, അതാണ് കേട്ടോ ഹാർഡ് ആയിട്ടുള്ള തിക്കല്. അവിടുത്തെ സ്കിന്ന് നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ, ഭയങ്കര ഹാർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗമാണ് കേട്ടോ കാലസ് എന്നാണ് ഇത് പറയുന്നത്. ഹാർഡ് തിക്ക് സ്കിൻ ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അവിടെ ഈ ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്നിട്ട് അവിടുത്തെ ആ സ്കിന്ന് ഭയങ്കര തിക്ക് ആവാണ്, ഹാർഡ് ആവാണ് കേട്ടോ. അതിനെയാണ് കാലസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് കാർസിൻ. കാർസിൻ എന്താണ്? ക്യാൻസർ ആണ് അല്ലെ. നമ്മൾ ലബോറട്ടറിക്ക് പറഞ്ഞപ്പോ കാർസിനോജൻ എന്ന് പറഞ്ഞു അല്ലെ, ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിങ് ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുന്ന ഏജൻസിനെയല്ലേ നമ്മൾ കാർസിനോജൻ എന്ന് പറഞ്ഞത്. അപ്പൊ കാർസിൻ എന്ന വാക്ക് എന്താണ് അതിന്റെ മീനിങ്? ക്യാൻസർ എന്നാണ് കേട്ടോ. എന്താണ്? ക്യാൻസർ കേട്ടോ. അടുത്തതാണ് കരോട്ടിഡ്. ഓക്കെ, കരോട്ടിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ്. നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന വലിയ ആർട്ടറിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ മേജർ ബ്ലഡ് വെസൽ ആണ് കേട്ടോ ഇൻ ദ നെക്ക് ദാറ്റ് സപ്ലൈ ദ ബ്ലഡ് ടു ദ ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിലൂടെ, നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടറിയാണ് കേട്ടോ കരോട്ടിഡ് എന്നാണ് പറയുന്നത്. ഇവിടെ കട്ടായി കഴിഞ്ഞ നമ്മുടെ കാര്യങ്ങൾ കോമൺ സ്റ്റേജിലാകും കേട്ടോ. നിങ്ങൾ മറ്റേ സിനിമ കണ്ടില്ലേ, താളവട്ടം, താളവട്ട സിനിമ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? അതെന്നാലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് കരോട്ടിഡ് എന്ന് പറയുമ്പോൾ? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്. നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന വലിയ ആർട്ടറിയാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് എവിടേക്കാ സപ്ലൈ പോകുന്നത്? നമ്മുടെ ബ്രെയിനിലോട്ട് കേട്ടോ. ബ്രെയിനിലോട്ട് ബ്ലഡിന്റെ സപ്ലൈ പോകുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, അതാണ് കരോട്ടിഡ് എന്ന് പറയുന്നത്. കരോട്ടിഡ് എന്ന് കേട്ടാൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന വലിയൊരു ആർട്ടറിയാണ്. ദാറ്റ് ആർട്ടറി ദാറ്റ് സപ്ലൈ ദ ബ്ലഡ് ടു അവർ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിലോട്ടാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അടുത്തതാണ് കാർപ്പസ്. കാർപ്പസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ കൈത്തണ്ട എന്ന് പറയില്ലേ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ചിലർ കേട്ടിട്ടുണ്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രം എന്നൊക്കെ പറയും. കാർപ്പൽ ടണൽ സിൻഡ്രം ഈ നമ്മുടെ കൈത്തണ്ട റിസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന ഒരു പ്രശ്നമാണത്. ഓക്കെ, അപ്പൊ കാർപ്പസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് എന്നാണ് കേട്ടോ, കൈത്തണ്ട എന്നർത്ഥമാണ്. അടുത്തത് സെന്റ്. സെന്റ് അറിയാലോ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, സെന്റ് അല്ലെ, പെർസെന്റേജ്, സെന്റ്, ഇത്ര സെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100th of 100 അല്ലെ, 100 അല്ലെ, ഇതിനെയാണ് നമ്മൾ സെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം 100th or 100.
അടുത്തതാണ് സെന്റി. സെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു പങ്ക്ച്വർ. ദാറ്റ് മീൻസ് എ ബോഡി ക്യാവിറ്റി. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പങ്ക്ച്വർ ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു ചെറിയൊരു ബോഡി ക്യാവിറ്റി, ചെറിയ എന്താ പറയാ, നമ്മള് പങ്ക്ചർ ചെയ്യാന്ന് വെച്ചാൽ കുത്തൊക്കെ ചെയ്യില്ലേ, അതിനെയാണ് നമ്മള് പങ്ക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പങ്ക്ചർ ദാറ്റ് മീൻസ് സെന്റി, സെന്റിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ടു പങ്ക്ചർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് സിലി. സിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐലിഡ് ആണ് കേട്ടോ, കൺപോളകളാണ്. നമ്മുടെ കണ്ണിനകത്ത് ഉള്ള പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. സീലിയറി മസിൽസുകൾ ഉണ്ട്. നമ്മളുടെ ഈ കൺപോളകൾ ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പേശിയാണത്, സീലിയറി പേശി എന്ന് പറയുന്നത്. സിലി എന്ന് പറഞ്ഞാല് ഐലിഡ് ആണ് കേട്ടോ, ഐലിഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്ലെയ്ഡോ. അവിടെ ശരിക്കും ഒരു ബ്രാക്കറ്റ് ഇല്ല, സ്ലാഷ് ആണ് വരുന്നത്. ഓ എന്ന് പറയുന്ന വൊവലാണ് സാധാരണയായിട്ട് നമ്മൾ അതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾ തുടക്കം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡിന്റെ കൂടെയൊക്കെ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാനായിട്ട് നമ്മുടെ വവൽസുകൾ കമ്പൈൻ ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, വവൽസുകൾ മിക്കവാറും ഒരു 99% നമ്മള് ഓ അല്ലെങ്കിൽ ഐ ഒക്കെയാണ് നമ്മൾ ചേർക്കാറുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചേർക്കുന്ന ഒരു വവ്വലാണ്, ഓയാണ് പൊതുവെ ചേർക്കാറുള്ള വവ്വൽ. ക്ലെയ്ഡോ എന്നാണ് കേട്ടോ. ക്ലെയ്ഡോ. ക്ലെയ്ഡോ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാവിക്കിൾ ആണ്. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ കോളർ ബോൺ ആണ്. അതായത് നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡ്, ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മുടെ നെക്കിൽ നിന്ന് ഈ ഷോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ കോളർ ബോൺ ഇല്ലേ, അതിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാവിക്കിൾ നമ്മുടെ ആ ഒരു എന്താ പറയാ കോളർ ബോൺ ആണ് കേട്ടോ. ദാറ്റ് കണക്ട് ഷോൾഡർ ബ്ലേഡ് ടു ദ ബ്രസ്റ്റ് ബോൺ. ദാറ്റ് മീൻസ് നമ്മുടെ മാറലിന്റെ ഈ ഭാഗത്തിന്, ഈ ഒരു ഭാഗത്തിന് നമ്മുടെ ഷോൾഡർ ബ്ലേഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ബോൺ ഉണ്ടല്ലോ, മെയിൻ ബോൺ, അതിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലെയ്ഡോ. ഓക്കെ, അടുത്തതാണ് ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്ന് പറഞ്ഞാൽ എൽബോ ആണ് കേട്ടോ, കൈമുട്ട്. കൈമുട്ട് കേട്ടോ, എൽബോ കൈമുട്ടാണെന്ന് അറിയാലോ, ക്യൂബിറ്റസ് എന്നാണ് പറയുക ക്യൂബിറ്റസ്. ഓക്കെ, ദെൻ അടുത്തത് സൈക്കിൾ. സൈക്കിൾ മീൻസ് സർക്കിൾ ഓർ സൈക്കിൾ എന്നർത്ഥം കേട്ടോ, സർക്കിൾ ഓർ സൈക്കിൾ. നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റ്. ഡിജിറ്റ് എന്ന് പറയുമ്പോ ഇവിടെ മെഡിക്കൽ ടെർമിനോളജിയുടെ മീനിങ് ഫിംഗർ ഓർ ടോ എന്നാണ് കേട്ടോ. ഫിംഗർ, വിരല്, അല്ലെങ്കിൽ ടോ എന്ന് പറയില്ല, തള്ള വിരലിന്റെ ഭാഗങ്ങള്, അതിനെയാണ് ഡിജിറ്റ്. അല്ലാണ്ട് നമ്മൾ ഡിജിറ്റ്സ് എന്ന് പറയും, അക്കങ്ങളെയൊക്കെ നമ്മൾ ഡിജിറ്റ് എന്ന് പറയും. നമ്മളെ മെഡിക്കൽ ടെർമിനോളജിയിലെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഫിംഗർ ഓർ ടോ എന്നാണ് കേട്ടോ. അടുത്തതാണ് എഡി. എഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വെല്ലിങ്, എഡിമ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എഡിമ, എഡിമ സ്വെല്ലിങ് ആണ് കേട്ടോ, സ്വെല്ലിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, ഇൻഫ്ലമേഷൻ, വീക്കം. ഓക്കെ, അതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എസ്തേഷ്യോ. നിങ്ങൾ അനസ്തേഷ്യ എന്ന് കേട്ടിട്ടില്ല? അനസ്തേഷ്യ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് എസ്തേഷ്യോ. എസ്തേഷ്യ അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? റിലേറ്റീവ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ അല്ലെ, സംവേദനങ്ങള് അല്ലെ. നമുക്കൊരു അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത്, നമ്മുടെ സെൻസേഷൻ അവിടെ ബ്ലോക്ക് ചെയ്യാണ് അല്ലെ, അവിടേക്കുള്ള സെൻസേഷനെ, അതിനെയാണ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. സോ അതുമായിട്ട് കണക്ട് ചെയ്യുക, റിലേറ്റീവ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ, നമ്മുടെ സംവേദനങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അനസ്തേഷ്യ എന്ന് ഓർത്താൽ മതി. അനസ്തേഷ്യ. ഫെബർ. ഫെബർ മീൻസ് ഫീവർ എന്നാണ് കേട്ടോ. ഫീവറിനെ നമ്മൾ പൊതുവെ മെഡിക്കൽ ടെർമിനോളജിയിൽ ഏത് ഉപയോഗിക്കാം? ഫെബർ എന്നാണ് കേട്ടോ. ഫെബർ എന്ന് കണ്ടാൽ ഫീവർ എന്നാണ് അർത്ഥം. അടുത്തത് ഫ്ലെക്സ്. ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബെൻഡ്, ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഈസിയായിട്ട് അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ മതി. ഫ്ലെക്സ്, ബെൻഡ് കേട്ടോ. അടുത്തതാണ് ഫോറമൻ. ഫോറമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓപ്പണിംഗ്. ഓക്കെ, ഫോറമൻ ഓപ്പണിംഗ്. ഫ്ലെക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ബെൻഡ്, ഫോറമന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ്. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ മാർക്ക് ചെയ്ത നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 11 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 11, 11, 15, 15, 17, 17, 19, 19, 23, 23, 23 മാർക്ക് ചെയ്യാം. 27, 27. എന്നോട് പറയാണ് കേട്ടോ നമ്പേഴ്സ്. 11, 15, 17, 19, 23, 27. കിട്ടിയോ? 11, 15, 17, 19, 23 and 27. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് കിടക്കാം. നെക്സ്റ്റ് പേജില് 30 തൊട്ടാണ് കേട്ടോ. 30 തൊട്ട് ഇത്ര വരെ ഉണ്ട്, 52 വരെ ഉണ്ട് കേട്ടോ. 30 തൊട്ട് 52 വരെയുള്ള പേജാണ് നോക്കണേ. ആദ്യം നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ ഫ്രാക്ട്. ഫ്രാക്ട് എന്ന് പറയുമ്പോ എന്താണ്? ബ്രേക്ക്, ഫ്രാക്ചർ.
ചത്താ മതി, ഫ്രാക്ചർ അല്ലെ, എല്ലൊക്കെ പൊട്ടില്ലേ, ഫ്രാക്ചർ ആവാന്ന് പറയില്ലേ, ബ്രേക്ക് ആവാ അല്ലെ, ബ്രേക്ക്. അടുത്തതാണ് ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. നമ്മള് ജസ്റ്റേഷൻ പീരീഡ് എന്നൊക്കെ പറയും. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ഗർഭാവസ്ഥയിലുള്ള ടൈമിന് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാരിങ് ടൈം ആണ് കേട്ടോ, ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഗ്നോ. ഗ്നോ മീൻസ് നോ എന്ന അർത്ഥമാണ് കേട്ടോ, നോ അറിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഗ്നോ. അടുത്തതാണ് ഗ്രാമ്. ഗ്രാം എന്ന് പറഞ്ഞ എന്താണ്, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ്. നമ്മൾ പലപ്പോഴും അല്ലെ ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഇലക്ട്രോമയോഗ്രാം. ഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തുക, റിട്ടൺ ഓർ റെക്കോർഡഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഗ്രാം. അതുപോലെ തന്നെയാണ് ഗ്രാഫ്, ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG നമ്മൾ പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫാലോഗ്രാം, ഇലക്ട്രോമയോഗ്രാഫ്. എന്താണ് അർത്ഥം, റൈറ്റ് ഓർ റെക്കോർഡ് എന്നാണ് കേട്ടോ, റൈറ്റ് ഓർ റെക്കോർഡ്. ഓക്കെ, അടുത്തതാണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ബോൺ ഇൻ ദ അപ്പർ ആം ആണ് കേട്ടോ, ദ ബോൺ ഇൻ ദ അപ്പർ ആം എന്ന് വെച്ചാൽ ലോങ്ങർ ബോൺ ആണ്. നമ്മുടെ എന്താ പറയാ, അപ്പർ ആം നമ്മുടെ കൈയുടെ ഭാഗം ഉണ്ടല്ലോ, ഓക്കെ, ആ ഒരു ഭാഗത്തുള്ള ഏറ്റവും ലോങ്ങർ ആയിട്ടുള്ള ഒരു ബോൺ ആണ് കേട്ടോ ഹ്യൂമറസ് എന്ന് പറഞ്ഞത്. ബോൺ ഇൻ ദ അപ്പർ ആം കേട്ടോ, നമ്മുടെ മുകളിൽ അപ്പർ ആമിന്റെ ആ നീളമുള്ള ആ ലോങ് ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഇടി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്റ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്. അടുത്തതാണ് അയഡോ. ഓ എന്ന വവലാണ് സാധാരണയായിട്ട് ചേർക്കുന്നത്, അയഡിൻ ആണ് കേട്ടോ, അയഡോഫോം എന്നൊക്കെ, അയഡോ മീൻസ് അയഡിൻ എന്നർത്ഥം. ലാക്ട് എന്ന് പറയുന്നത് മിൽക്ക്, ലാക്ടോസ്, ലാക്ടജൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ലാക്ടജൻ ഒക്കെ കലക്കി കൊടുക്കില്ലേ, ലാക്ടജൻ, ലാക്ടേറ്റ് അല്ലെ, ലാക്ടിക് ആസിഡ്, ലാക്ടേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, മിൽക്ക് ആണ് കേട്ടോ, മിൽക്ക്. ഓക്കെ, അടുത്തതാണ് ലിംഗോ. ലിംഗോ എന്ന് പറയുമ്പോൾ ടെങ്ക് എന്നുള്ള അർത്ഥം, ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയും, ലിംഗോ ടെങ്ക് ആണ് കേട്ടോ, നാക്ക്, ടെങ്ക്. അടുത്തതാണ് മെന്ന് എന്ന് പറയുമ്പോൾ മന്ത് എന്നർത്ഥം. നമ്മൾ പറയില്ലേ മെൻസ്ട്രുവൽ പീരീഡ്, മന്തിൽ നടക്കുന്നതാണല്ലോ. സോ മെൻ. ഓക്കെ, അത് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് ഓർക്കാനുള്ളത്. മെൻസ്ട്രുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ മന്തിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്യാം മന്ത്. ഓക്കെ, ദെൻ ഒക്യൂൾ. ഒക്യൂൾ മീൻസ് ഐ എന്നർത്ഥം കേട്ടോ. ഒക്യൂൾ എന്ന് പറഞ്ഞാല് ഐ എന്നാണ് അർത്ഥം, കണ്ണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ ഒക്യൂൾ എന്നൊക്കെ പറഞ്ഞ മെഡിക്കൽ ടേംസ് ആണ്, മെഡിക്കൽ പ്രൊഫഷണൽസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ. ഓക്കെ, ഒക്യൂൾ കേട്ടോ, ഐ എന്നർത്ഥം. അടുത്തത് ഓ എന്ന് പറയുമ്പോ എഗ്, ഓവം, ഓവറി അല്ലെ, ഓവറി, ഓവം, ഒവ്യൂൾ എന്നൊക്കെ, ഒവ്യൂളേഷൻ എന്നൊക്കെ പറയുന്നത് എഗ് പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ, സ്ത്രീകളിൽ ഈ പറയുന്ന പോലെ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ് ഒവ്യൂളേഷൻ പീരീഡ്, ഓവം, ഓവറി എന്നൊക്കെ പറയില്ലേ, എഗ് കേട്ടോ. അടുത്തതാണ് പാൽപേറ്റ്. പാൽപേറ്റ് മീൻസ് എന്താണ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. നമ്മൾ ടച്ചിലൂടെ, സ്പർശനത്തിലൂടെ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ പാൽപേറ്റ് എന്ന് പറയാം അല്ലെ, പാൽപേറ്റ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് പരിശോധിക്കാം. ഓക്കെ, അതാണ് കേട്ടോ. അടുത്തതാണ് പെഡ്. പെഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം പീഡിയാട്രിഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ചൈൽഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫൂട്ട്, നമ്മൾ പെഡസ്ട്രിയൻസ് എന്ന് പറയില്ലേ, കാൽനട യാത്രക്കാർക്കൊക്കെ പോകാനായിട്ട് നമ്മൾ റോഡിൽ പെഡസ്ട്രിയൻ എന്നാണ് പറയാ അല്ലെ, എന്നുവെച്ചാൽ കാൽനട യാത്രക്കാരെ നടക്കുന്ന ആ ഏരിയയിൽ നമ്മൾ പെഡസ്ട്രിയൻ എന്നല്ലേ പറയാ. ഫൂട്ട് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ഫൂട്ട്. പിന്നെ മെഡിക്കൽ ടേമിൽ നമുക്കറിയാം പീഡിയാട്രിക് അല്ലെ, അപ്പൊ എന്താണ് ചൈൽഡ് ഓർ ഫുഡ് എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് പെർക്കസ്. പെർക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. നമ്മളിങ്ങനെ തട്ടിയിട്ട് പരിശോധിക്കില്ല, അതിനെയാണ് പെർക്കസ്. നേരത്തെ നമ്മൾ പാൽപേറ്റ് ആണ് പറഞ്ഞത്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, ടച്ചിലൂടെ നമ്മൾ പരിശോധിക്കുന്നു. പെർക്കസ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂറോളജി വിഭാഗത്തിലൊക്കെ പോകില്ലേ, ന്യൂറോ സംബന്ധമായിട്ടുള്ള ടെസ്റ്റ്മെന്റ് പരിശോധനകളൊക്കെ നടത്തുമ്പോൾ അവരിങ്ങനെ അവരുടെ കയ്യിലൊരു ഡോക്ടേഴ്സിന്റെ കയ്യിലൊരു ചെറിയൊരു എന്താ പറയാ, ഒരു സ്റ്റിക്ക് പോലെ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവരിങ്ങനെ സ്ട്രൈക്ക് ചെയ്യും, കാലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ തട്ടുവരെ, ആ ഒരു സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, പരിശോധിക്കാണ് കേട്ടോ. ഓക്കെ, പെർക്കസ്. പിന്നെ ഫോർട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്, ഫോട്ടോസിന്തസിസ് എന്നൊക്കെ നമ്മള് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നില്ലേ, ഫോട്ടോസിന്തസൈസ്, പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഫോട്ടോ എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്യാം, ലൈറ്റ് ആണ് അല്ലെ, ലൈറ്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്ലൂറൽ.
പ്ലൂർ എന്നാണ് പറയുന്നത്. പ്ലൂറ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, ആ ശ്വാസകോശത്തിനെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഇത്. പ്ലൂറ എന്നാണ് ഇതിന് പറയുന്നത്. പ്ലൂറൽ ക്യാവിറ്റി, പ്ലൂറ. ദാറ്റ് മീൻസ് നമ്മുടെ ലെൻസ്, നമ്മുടെ ശ്വാസകോശത്തിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്. അപ്പൊ പ്ലൂറ മീൻസ് റിബ് ആണ്. റിബ് ഒരു സൈഡ്. നമ്മുടെ ശരിക്കും പറഞ്ഞ ശ്വാസകോശം നമ്മുടെ റിബ്സിന്റെ ഉള്ളിലായിട്ടല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിബ്, സൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ടോ. ടോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. ടോ. ടോ മീൻസ് ഫൂട്ട് എന്നർത്ഥം കേട്ടോ. എന്താണ്? ഫൂട്ട്, ഫൂട്ട് എന്നർത്ഥം കേട്ടോ ടോ. അടുത്തത് ചയാൽ. ചയാൽ എന്ന് പറഞ്ഞാൽ സലൈവ. എന്താണ്? സലൈവ, ഉമിനീര്. നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ചയലിൻ എന്നാണ് അതിനെ പറയാ. ചയലിൻ, ചയലിൻ എന്നാണ് പറയാ കേട്ടോ. അത് തന്നെ, ചയാൽ മീൻസ് സലൈവയാണ് ഉദ്ദേശിക്കുന്നത്, ഉമിനീരാണ് കേട്ടോ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം ആണ് ചയലിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചൈൽഡ് എന്ന് പറഞ്ഞ സലൈവ കേട്ടോ. അടുത്തത് പയർ എന്ന് വായിക്കാം കേട്ടോ. പയർ, വേണ്ട, പൈ എന്ന് പറയുമ്പോ ഫയർ എന്നർത്ഥം കേട്ടോ. പയർ വേണ്ട, അവിടെ പ്രൊനൗൺസ് ചെയ്യണ്ട. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ എന്നർത്ഥം കേട്ടോ. ഫയർ. ഓക്കെ, അടുത്തതാണ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാല് ദ ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്. ഒരു മീനിങ് ആണ് പറഞ്ഞത് കേട്ടോ. ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ കയ്യിലുള്ള ഒരു ബോണാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു തമ്പ് ഉണ്ടല്ലോ, തള്ളവിരലിന്റെ അവിടെ നിന്ന് കൈത്തണ്ടയുടെ ഭാഗത്തേക്കുള്ളൊരു അസ്ഥിയാണ്, ഒരു ബോണാണ് റേഡിയസ് എന്ന് പറഞ്ഞത്. അത് മെഡിക്കൽ ടേമില് റേഡിയസ് അതാണ്. പിന്നെ അല്ലാതെ ഒരു റേഡിയസ് നമുക്കറിയാം, നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു റേഡിയസിൽ അതായത് ആരം എന്ന് നമ്മൾ പറയുന്നത്, വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലെ ഏത് ഭാഗങ്ങളിലേക്ക് വരയ്ക്കുന്നതിന് നമ്മൾ റേഡിയസ് എന്നല്ലേ പറയാം. അതാണ് രണ്ടാമത്തെ അർത്ഥമായിട്ട് പറയുന്നത് കേട്ടോ. ആൾസോ എ ലൈൻ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്പിയർ ടു ദ എഡ്ജ്. ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്ന് എഡ്ജിലോട്ട് വരയ്ക്കുന്നതിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ടേം നോക്കിയാൽ മതി. എന്താണ്? ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്. നമ്മുടെ തള്ളവിരലിന്റെ ഭാഗത്ത് നിന്ന് കൈത്തണ്ടയിലോട്ടുള്ള ആ ഒരു ബോണിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കാം. 32 മാർക്ക് ചെയ്യാം കേട്ടോ. ഈ പേജിനകത്ത് 32 മാർക്ക് ചെയ്യാം. 32, 34 മാർക്ക് ചെയ്യാം. 44 കേട്ടോ. 44, 44, 46, 46, 47, 52, 52. ഒന്നുകൂടെ പറയാം കേട്ടോ. നമ്പേഴ്സ് നോട്ട് ചെയ്ത 32, 34, 44, 46, 47, 52. കിട്ടിയോ നമ്പേഴ്സ്? കിട്ടിയോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ 53 തൊട്ട് 68 വരെയുള്ള പേജാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ആദ്യം വായിക്കാൻ നമുക്ക് റെൻ എന്താണ്? കിഡ്നി. നമ്മൾ ഡയാലിസിസ് പഠിച്ചപ്പോ പലപ്പോഴും പറഞ്ഞ വാക്ക് റീനൽ അല്ലെ. റീനൽ ഫെയിലിയർ, റീനൽ ഡയറ്റ് കേട്ടതല്ലേ. കിഡ്നിയാണ് കേട്ടോ. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദെൻ റെറ്റിന. എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ കണ്ണിന്റെ ഭാഗമാണ് അല്ലെ റെറ്റിന അല്ലെ. ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് തൈ. ശരിക്കും പറഞ്ഞ ഇന്നർ ലെയർ ഓഫ് തൈ ആണ് നമ്മുടെ കണ്ണിന്റെ ഏറ്റവും അകത്തുള്ള ലെയർ. ശരിക്കും നമ്മുടെ കണ്ണിന് 3 ലെയർ ഉണ്ട് കേട്ടോ. കൊറോയിഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദൃഢപടലം, രക്തപടലം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗങ്ങളുണ്ട്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് റെറ്റിന. അവിടെ നിന്നാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്, അറിയാലോ. ഓക്കെ, ഇന്നർ ലെയർ ഓഫ് ദ ഐ ആണ് കേട്ടോ. അടുത്തതാണ് സാങ്കു. സാങ്കു എന്ന് പറയുമ്പോൾ ബ്ലഡ് എന്നാണ് അർത്ഥം കേട്ടോ. അതായത് ബ്ലഡ് കേട്ടോ, ബ്ലഡ്. ഓക്കെ, ദെൻ അടുത്തതാണ് സെബം. സെബം എന്ന് പറഞ്ഞാല് എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ താഴെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. അത് ഒരു ഫാറ്റി പോലെയുള്ള ചില ഒരു സ്രവം സെക്രീഷൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. സെബം എന്നാണ് പറയാ കേട്ടോ. ഒരു സ്മോൾ ഗ്ലാൻഡ് ആണ് ദാറ്റ് സെക്രീറ്റ്സ് ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് പോലെ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്രീഷന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്ലാൻഡിന് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു സെക്രീഷനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത് കേട്ടോ. സെബം, എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. അടുത്തത് സെക്ട്. സെക്ട് എന്ന് പറയുമ്പോൾ കട്ട് നമ്മൾ സെക്ഷൻ ആക്കുക എന്ന് പറയില്ലേ. സെക്ഷനിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കട്ട് പീസുകളാക്കുകയാണ് അല്ലെ സെക്ട്, കട്ട്. ഓക്കെ, സെപ്സിസ്.
സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദെയർ ടോക്സിൻസ് ഇൻ ദ ബ്ലഡ്. ആൾസോ ദ ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസ്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷെ ഇൻഫെക്ഷനിൽ തന്നെ ഏറ്റവും കൂടിയ ലെവലാണ് എന്ത്? സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദെയർ ടോക്സിൻ. നമ്മുടെ ബ്ലഡ് രക്തത്തിൽ ഉണ്ടാകുന്ന അണുബാധ. അതായത് സാധാരണ ഇൻഫെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ തന്നെ, പക്ഷെ അത് കുറെ കൂടെ കൂടിപ്പോയാലുള്ള ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് സെപ്സിസ്. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, നമ്മൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്ന് വിചാരിക്കും. ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിന്റെ മറ്റ് രക്തത്തില് പലരും ബ്ലഡിൽ കലർന്ന് പിന്നെ അത് ഫുള്ള് രക്തത്തിലാണ് ബാധയായിട്ട് പിന്നെ പറയാനില്ല. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാസത്തിലും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് മറ്റു പല ഓർഗൻസിനെയും വളരെ മോശമായിട്ട് ബാധിക്കും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്നതാണ് കേട്ടോ. ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ കുറച്ച് കൂടിയ ഒരു ഇൻഫെക്ഷൻ അല്ലേ, രക്തത്തിൽ അണുബാധയായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. The presence of microorganisms or their toxins in the blood, also the toxic condition caused by such presences. Okay. Then അടുത്തത് സെപ്റ്റ്. സെപ്റ്റ് എന്ന് പറയുമ്പോൾ വാൾ ഡിവൈഡർ അങ്ങനെയുള്ള അർത്ഥമുണ്ട്. നമ്മൾ സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറയുന്നത്, സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നോസിന്റെ ഡിവൈഡർ ആണ് കേട്ടോ. ആ ഡിവൈഡർ വാള്. പിന്നെ സെപ്റ്റിന് ഒരു മീനിങ് ഉണ്ട്. സെവൻ, സെപ്റ്റ് 7 നമ്മൾ പെന്റ് 5 പറയും അല്ലെ. അതുപോലെ ഹെക്സ് 6 പറയും. സെപ്റ്റ് എന്താണ്? 7. അതുപോലെ നമ്മൾ പറയില്ലേ ഹെക്ട് 8 അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു സംഭവം കേട്ടോ. സെപ്റ്റിനൊക്കെ 7 എന്നുള്ള അർത്ഥമുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ടേമിന് വാൾ ഓർ ഡിവൈഡർ കേട്ടോ. സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ നോസിന്റെ ഡിവൈഡർ അത് സെപ്റ്റം എന്നാണ് പറയുക കേട്ടോ. പിന്നെ സെറം. സെറം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. ബ്ലഡ് ഉൾപ്പെടെയുള്ള ബോഡി ഫ്ലൂയിഡ്സിന്റെ ക്ലിയർ പോർഷൻ. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു ബ്ലഡ് എടുക്കണം, ബ്ലഡില് നമുക്കറിയാം ബ്ലഡ് സെല്ലുകളുണ്ട്, പ്ലാസ്മയുണ്ട്, ഇതൊക്കെ അടങ്ങുന്നതാണ് ഒരു ബ്ലഡ് അല്ലെ. അങ്ങനെയുള്ള ബ്ലഡ് സെല്ലിനെ പ്ലാസ്മേനെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ഒരു ക്ലിയർ പോർഷൻ ഓഫ് ലിക്വിഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ലാബിലകത്ത് സെറം പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ ഇതിനെ ആലോചിച്ചാൽ മതി, ബ്ലഡിന്റെ ബ്ലഡ് സെല്ലുകളുണ്ട്, പ്ലാസ്മ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ മരിച്ചു മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. അടുത്തതാണ് സൈനസ്. സൈനസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, സൈനസൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് ആണ്. ഹോളോ സ്പേസ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മൂക്കുണ്ടല്ലോ, നമ്മുടെ നോസിന്റെ ഈ ഒരു നെറ്റിയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ എന്ന് പറയുമ്പോൾ ഹോളോ സ്പേസ് ആണ്. നമ്മുടെ ഈ മൂക്ക് തുടങ്ങുന്നിടത്തും നമ്മുടെ ഈ നെറ്റിയുടെ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, അതൊരു ഹോളോ സ്പേസ് ആണ്, ക്യാവിറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കമ്പം കെട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സൈനസൈറ്റിസ് പോലെയുള്ള ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഹെഡേക്ക് നമുക്ക് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ഹോളോ സ്പേസ് ആണ് കേട്ടോ സൈനസ് എന്ന് പറയുന്നത്. ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് ആണ് കേട്ടോ. ഇവിടെയുള്ള ഭാഗങ്ങളൊന്നും മനസ്സിലായല്ലോ. നമ്മുടെ ഈ നോസിന്റെ ഇവിടെ നിന്ന് ഇത്രയുള്ള ഒരു ഭാഗമാണ്, അത് ഹോളോ സ്പേസ് ആണ്. അതിനെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് സോം. സോം ആണ് സാധാരണ ചേർക്കുന്ന വോവൽ, ബോഡി എന്നർത്ഥം കേട്ടോ. ബോഡി എന്നാണ് മീനിങ് കേട്ടോ. പിന്നെ സ്പൈറൽ അല്ലെങ്കിൽ സ്പിർ എന്നൊക്കെ പറയുമ്പോൾ കോയിൽ എന്ന് പറയും. സ്പൈറൽ ബൈൻഡിങ് ചെയ്യാന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ല, ഇങ്ങനെ സ്പൈറൽ ആയിട്ട് ഇങ്ങനെ ബൈൻഡിങ്. സ്പൈറൽ മീൻസ് കോയിൽ അല്ലെ, കോയിലാണ്. ദെൻ അടുത്തത് സ്റ്റാസിസ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാല് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ബ്ലഡ് ഫ്ലോ പോലെയുള്ള ഫ്ലൂയിഡിന്റെ എന്താണ് അതിന്റെ നോർമൽ ഫ്ലോയിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്, അതിന് സ്ലോ ചെയ്യാണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റാസിസ് എന്നാണ് പറയുക. എന്താണ് പറയാ? സ്റ്റാസിസ്. സ്റ്റാസിസ് മീൻസ് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ് പോലുള്ള ഫ്ലൂയിഡിന്റെ ആ ഒരു ഫ്ലോയിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ. അത് ബ്ലോക്ക് ചെയ്യണം, സ്ലോ ആക്കാം, പതുക്കെ ആക്കാം, സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാസിസ്. ദെൻ സ്റ്റാച്ചർ. സ്റ്റാച്ചർ മീൻസ് ഹൈറ്റ് എന്നുള്ള അർത്ഥം കേട്ടോ. സ്റ്റാച്ചർ എന്താണ്? ഹൈറ്റ് കേട്ടോ, ഹൈറ്റ്. ഓക്കെ, അടുത്തതാണ് സ്റ്റേൺ. സ്റ്റേൺ ഓയാണ് സാധാരണ ചേർക്കണ പോകുന്നത്. സ്റ്റേൺ എന്ന് പറയുന്നത് സ്റ്റേണമാണ്, ബ്രസ്റ്റ് ബോൺ, മാറില് എന്നൊക്കെ പറയും കേട്ടോ. മാറില്, അതിനെയാണ് നമ്മൾ സ്റ്റേൺ എന്ന് പറഞ്ഞാൽ. ചിന്തിച്ചാൽ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ സ്റ്റേൺ ആയിട്ടൊക്കെ നിൽക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറിലൊക്കെ നിവർത്തി നല്ല ബോൾഡായിട്ട് നിൽക്കണം എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ സ്റ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റേണം, ബ്രസ്റ്റ് ബോൺ ആണ്, മാറിലാണ് കേട്ടോ. അടുത്തതാണ് സ്റ്റോമ.
സ്റ്റോമ എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? എനി ടൈനി ഓപ്പണിംഗ് ഓഫ് ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. നമ്മള് ഈ പറയുന്ന ബോഡി സർഫസിൽ ചെറിയ പോർ, ചെറിയ സുഷിരം, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും മറ്റേ ചെറിയ ക്ലാസ്സിൽ സ്റ്റൊമാറ്റ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രം എന്നൊക്കെ പറയും. 5ാം ക്ലാസ്സിൽ പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഉണ്ട്. ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ എന്താ പറയുക, പ്രകാശം വരുന്നത് ഈ ഇലയിലൊരു പോറുണ്ട്, അതിന് നമ്മൾ സ്റ്റൊമാറ്റ എന്നാ പറയും. അതൊരു പോറാണ്, ഒരു സുഷിരമാണ്. അത് തന്നെയാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റോമ കേട്ടോ. എനി ടൈപ്പിംഗ് ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. നമ്മുടെ ബോഡി സർഫസിൽ ചെറിയൊരു പോറ്, സുഷിരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് ദ യൂറിൻ ഓഫ് ഫീസസ്. അതുകൂടാതെ നമ്മുടെ അബ്ഡോമിന്റെ ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു സുഷിരമാണ്. ദാറ്റ് മീൻസ് നമ്മൾ യൂറിൻ അല്ലെങ്കിൽ ഫീസസ് ഒക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ചെറിയ ഒരു സുഷിരമാണല്ലോ, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് സ്റ്റോമ എന്നാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുക കേട്ടോ. അടുത്തത് ടാക്ട്. ടാക്ട് എന്ന് പറഞ്ഞാൽ ടച്ച്, ടാക്ടൈൽ, ദാറ്റ് മീൻസ് ടച്ചബിൾ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ടാക്ട് എന്താണ്? ടച്ച് ആണ് കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തോട്ടോ, നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. 54 മാർക്ക് ചെയ്യാം കേട്ടോ. 54 54 മാർക്ക് ചെയ്തു. 53 മാർക്ക് ചെയ്യണം കേട്ടോ, വിട്ടുപോയതാണേ. 53 മാർക്ക് ചെയ്തോളൂ. 53, 54, 57, 57, 61, 67, 68. കിട്ടിയോ? ഒന്നുകൂടെ പറയാം കേട്ടോ. 53, 54, 57, 61, 67, 68. 53, 54, 57, 61, 67, 68. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? നമ്പേഴ്സ് മാർക്ക് ചെയ്തോ? നെക്സ്റ്റ് കേട്ടോ, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അതോടുകൂടി അവിടെ നമ്മുടെ കോമൺ റൂട്ട് വേർഡ് അവസാനിക്കാണ് കേട്ടോ. അതിനകത്ത് 69 തൊട്ട് 79 വരെയാണ് ഉള്ളത് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് നമുക്ക് വായിക്കാം. ടെട്ര. ടെട്ര എന്ന് പറഞ്ഞ എന്താ മീനിങ്? 4. നമ്മൾ ഡൈ എന്ന് പറയുമ്പോ 2, ഡൈ ബൈ 2 ആണെന്നും, ട്രൈ എന്ന് പറയുമ്പോ 3 ആണെന്നും, ടെട്ര എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് കേട്ടോ. 4. ഓക്കെ, അടുത്തതാണ് ടോം. ടോം മീൻസ് കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കട്ട്. ഓക്കെ, കട്ട് കേട്ടോ, ടോം. അടുത്തത് ടോക്സിക്. ടോക്സിക് ഇഫക്റ്റ്. ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ എന്താണ്? പോയ്സണസ് ആണ് അല്ലെ? പോയ്സണസ് എന്നുള്ള അർത്ഥം, വിഷാംശം അല്ലെ? അടുത്തതാണ് ട്രിച്ച്. ട്രിച്ച് എന്ന് പറയുമ്പോ ഹെയർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? ഹെയർ കേട്ടോ. ട്രിച്ച്, ഹെയർ. ഓക്കെ, അടുത്തത് എർ മീൻസ് യൂറിൻ എന്നാണ് കേട്ടോ. യൂറിൻ, എർ എന്നാണ് വായിക്കുക. എർ മീൻസ് യൂറിൻ. ഓക്കെ, യൂറിൻ. ദെൻ വാരിക്. വാരിക് എന്ന് പറയുമ്പോൾ വാരിക്കോസ് വെയിൻ ഓർത്താൽ മതി. വെരിക്കോസ് വെയിൻ കേട്ടിട്ടില്ലേ ആ സംഭവം? വാരിക്, വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് ഇങ്ങനെ വെയിൻ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ടില്ല, വെരിക്കോസ് വെയിൻ കേട്ടോ. അടുത്തതാണ് വെർട്ടിഗോ. എന്താണ്? വെർട്ടിഗോ. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിസോർഡേർഡ് സെൻസേഷൻ in which one's own body or the surroundings are seen as moving. അതായത് നമുക്ക് ചുറ്റും കറങ്ങുന്നതായിട്ട് തോന്നും. ചുറ്റും പറഞ്ഞ എന്താ? തല കറങ്ങുന്ന അവസ്ഥയാണ് കേട്ടോ വെർട്ടിഗോ. അതായത് എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് one's own body or the surroundings are seen as moving. നമ്മുടെ ബോഡി നമുക്ക് ചുറ്റും ഇങ്ങനെ ഫുൾ കറങ്ങുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് എപ്പോഴാണെന്നറിയോ? ഇയർ ബാലൻസിന്റെ പ്രശ്നം വരില്ലേ? ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഓർഗൻ ആണ് നമ്മുടെ ചെവി. അപ്പൊ ഇയർ ബാലൻസിങ് പ്രോബ്ലം ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലെ? അവർക്ക് വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും, ചുറ്റും കറങ്ങണ പോലെ തോന്നും. അങ്ങനെ തല ഇങ്ങോട്ട് കറങ്ങും. കറങ്ങിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഒക്കെ വരും. അവർക്ക് കൊടുക്കുന്ന, അവര് കഴിക്കുന്ന മരുന്നുകളുടെ പേര് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വെർട്ടിൻ എന്നൊക്കെ പറയാം. വെർട്ടിൻ, വെർട്ടിഗോ, വെർട്ടിഗോ 16 mg, വെർട്ടിഗോ 8 mg, വെർട്ടിൻ 16 mg എന്നൊക്കെ പറഞ്ഞ് മരുന്നുകളുണ്ട്. അപ്പൊ ആ പേരുമായിട്ട് നിങ്ങൾ കണക്റ്റിന് ആക്കിയിട്ടുണ്ടാവും. ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടാവും? അവർക്കറിയാൻ പറ്റേണ്ടതാണ്. അറിയോ? ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ ക്ലാസ്സില്? ആരുമില്ല. ഓക്കെ, ഉണ്ട്.
ഓക്കെ, അപ്പൊ മരുന്നുകളുടെ പേര് ശ്രദ്ധിച്ചാല് ഫാദറിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ പേര് നോക്കി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ വെർട്ടിഗോ എന്നൊക്കെ പറയും. ഓക്കെ, ആ ഫാദറിനുണ്ടായിരുന്നു അല്ലെ. ഓക്കെ സാറല്ല, അപ്പൊ ആ സംഭവമാണ് കേട്ടോ. അടുത്തതാണ് വിസർ. വിസർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ്. നമ്മൾ ഇന്റേണൽ ആന്തരിക അവയവങ്ങൾ നമ്മൾ വിസറൽ ഓർഗൻസ് എന്നൊക്കെ പറയും. വിസറൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നത് ഇന്റേണൽ ഓർഗൻസ് ആണ് കേട്ടോ. ആന്തരിക അവയവങ്ങൾ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ. മറ്റൊരു പേരല്ല, ഇന്റേണൽ വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്റേണൽ ഓർഗൻസ് എന്നാണ് കേട്ടോ. വിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിക്കി കേട്ടോ. വിസ്കസ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റിക്കി, ഇങ്ങനെ പശ പോലെ നമ്മള് വിസ്കോസിറ്റി പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ. വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയാ, സ്റ്റിക്കി ആയിട്ടുള്ള തേനിന്റെ ഒക്കെ നമ്മൾ പഠിച്ചത് വിസ്കസ് ആണെന്ന് പറയുന്നത്. സ്റ്റിക്കി ആണ് കേട്ടോ. അടുത്തതാണ് സെൻ. സെൻ കേട്ടോ. സെൻ മീൻസ് ഫോറിൻ അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. ഫോറിൻ. സെർ മീൻസ് ഡ്രൈ എന്നർത്ഥം കേട്ടോ. സെൻ എന്താണ്? സെൻ മീൻസ് ഫോറിൻ കേട്ടോ. ഫോറിൻ. ഓക്കെ, ഫോറിൻ മെറ്റീരിയൽ ആണ്. സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ. നമ്മള് കണ്ണിന് വരുന്നൊരു അവസ്ഥയുണ്ട്, സിറോഫ്താൽമിയ എന്ന് പറയും. സിറോഫ്താൽമിയ XCR എന്നാണ് തുടങ്ങുന്നത്. സെർ അത് തന്നെ, സിറോഫ്താൽമിയ. നമ്മുടെ കണ്ണിന്റെ ഈ എന്താ പറയാ, ഈ കണ്ണ് ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ലിക്വിഡ് ഒക്കെ ഡ്രൈ ആയിട്ട് പോകുന്ന അവസ്ഥയിൽ നമ്മള് സിറോഫ്താൽമിയ എന്നാണ് പറയുക. അതായത് ഡ്രൈ എന്നാണ് കേട്ടോ. ഓക്കെ, സിറോഫ്താൽമിയയുടെ സ്പെല്ലിങ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. സെർ എന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഡ്രൈ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ആ ഒരു പേജിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 71 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 71, പിന്നെ 75 കേട്ടോ. 75, 76 മൂന്നെണ്ണം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 71, 75, 76. ഓക്കെ, 71, 75, 76. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? അപ്പൊ അതോടുകൂടി നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ. നമുക്കറിയാം എന്തിനാ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്ന? വലിയ വലിയ ഡോക്യുമെന്റ്സുകളൊക്കെ നമ്മൾ ഷോർട്ടൻ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻസ്. അപ്പൊ നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് കുറെ അബ്രീവിയേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അബ്രീവിയേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് കൂടുതലുള്ളത്. 1 മുതൽ 327 വരെ ഉണ്ട് കേട്ടോ അബ്രീവിയേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്കത് തുടങ്ങിയാലോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. അബ്രീവിയേഷൻസ് ആദ്യത്തെ പേജ് എടുക്കാം. 1 to 8 വരെയാണ് കേട്ടോ. ചുരുക്കെഴുത്തുകളാണ്. ഫസ്റ്റ് വൺ A and P ആണ് കേട്ടോ. ക്യാപിറ്റൽ A and P ആണ് കേട്ടോ. ക്യാപിറ്റൽ A and P എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്നാണ് കേട്ടോ. അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരീരഘടനയാണ് കേട്ടോ. ബോഡി സ്ട്രക്ചർ ആണ്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ഫങ്ഷൻസ്, എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യുന്നു. അനാട്ടമി മീൻസ് ഇറ്റ് ഈസ് ദ ബോഡി സ്ട്രക്ചർ, ശരീരഘടനയാണ്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഹൗ ഇറ്റ് ഫങ്ഷൻസ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഫിസിയോളജി. സോ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അടുത്തതാണ് എ, ചെറിയൊരു ഹൈഫൺ പോലെ. എന്താണ് അത്? ബിഫോർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബിഫോർ, മുൻപ്. ഓക്കെ, അടുത്തത് എ ഹൈഫൺ ചെറിയൊരു ഇതുപോലെ സ്ലാഷ് ഉള്ള ഒരു ഹൈഫൺ പോലെ. എന്താണ്? ഓഫ് ഈച്ച് എന്നാണ് കേട്ടോ. ഓഫ് ഈച്ച് പ്രത്യേകം പറയുന്നുണ്ട്. യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസ്. നമ്മള് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോഴാണ് ഇങ്ങനെ ഒരു അബ്രിവേഷൻ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു രണ്ട് കൂട്ടം മരുന്നുകൾ, 2 മരുന്നുകൾ ഉണ്ട്. അത് നമുക്ക് 2 ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ലിക്വിഡ് 1 തൊട്ട് ലിക്വിഡ് 2 ഉണ്ട് മെഡിസിൻ ആണെന്ന് വിചാരിക്കാം. 2 ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യണമെന്ന് പറയാം. അപ്പൊ ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച്, ഓരോന്നിനും ഈക്വൽ തുല്യ അളവ് എടുക്കാന്ന് പറയില്ല. അപ്പൊ ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നൊട്ടേഷൻസ് ഉപയോഗിക്കാം. എ ഹൈഫൺ അതിന്റെ അർത്ഥം ഇതാണ്. ഓഫ് ഈച്ച് പൊതുവെ എവിടെയാണ് നമ്മൾ എഴുതുന്നത്? പ്രിസ്ക്രിപ്ഷൻസിലാണ് എഴുതുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഫെമിലിയർ അല്ല, പക്ഷെ മെഡിക്കൽ പ്രൊഫഷണൽസുകൾ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പലതും ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷെ കുറച്ചൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും കേട്ടോ. അടുത്തതാണ് ABD. ABD എന്താണ്? സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ABD അബ്ഡോമൻ അല്ലെ. അബ്ഡോമൻ എന്നതിന്റെ അബ്രിവേഷൻ ആണ് ABD. ഓക്കെ, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ABD അബ്ഡോമൻ അല്ലെ, നമ്മുടെ ഈ പറയുന്ന വയറിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, ABG ക്യാപിറ്റൽ ലെറ്റർ ആണ്. ABG എന്താണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്.
ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ ലെവല് മെഷർ ചെയ്യുന്ന ആ ഒരു വൈറ്റൽ ഇതാണ് ABG എന്നാണ് പറയുക, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ദാറ്റ് മീൻസ് ഇത് മെഷർമെന്റ് ഓഫ് ദ ലെവൽസ് ഓഫ് ഓക്സിജൻ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ലെവല് മെഷർ ചെയ്യുന്നതാണ് കേട്ടോ, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്നാണ് പറയാം. അടുത്തതാണ് AC എന്താണ്? ബിഫോർ മീൽസ്. നേരത്തെ നമ്മൾ ഈ ഹൈഫൺ ബിഫോർ ആണെന്ന് പറഞ്ഞു. AC എന്ന് പറഞ്ഞാൽ ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുൻപ്. ഇപ്പൊ നമ്മൾ മരുന്നൊക്കെ എഴുതി AC, അപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽ വായിക്കുമ്പോൾ മനസ്സിലായി AC, ദാറ്റ് മീൻസ് ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുമ്പ് എടുക്കുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് ACLS. ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ് ACLS കേട്ടോ, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അടുത്തത് ആഡ്ലിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് മച്ച് ആസ് ഡിസൈഡ്, ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ആഡ്ലിബ് എന്ന് പറയുമ്പോൾ ആസ് മച്ച് ആസ് ഡിസൈഡ്, ആവശ്യത്തിനനുസരിച്ച്, ആസ് നീഡഡ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 5 and 7 ആണ് കേട്ടോ. 5 and 7, 5ഉം 7ഉം മാർക്ക് ചെയ്യാം കേട്ടോ. 5 and 7. ഓക്കെ, കിട്ടിയില്ല. നെക്സ്റ്റ് പേജിലോട്ട് നോക്കാം കേട്ടോ. അടുത്ത അബ്രീവിയേഷന്റെ പേജസ് ആണ് അതില് 9 തൊട്ട് എത്ര വരെയാണ്? 29 വരെയാണ് കേട്ടോ. 9 തൊട്ട് 29 വരെയുള്ള പേജാണ്. ഫസ്റ്റ് നോക്കാം. ADL എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് എന്നാണ് കേട്ടോ. എക്സ്പെൻഷൻ, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. AED എന്താണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ, AED. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ AED എന്ന് പറയുന്നത്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ആ ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിന് ഒരു 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേ ആ സിനിമയില്ലേ, ഞാൻ രാജാറാണി സിനിമ കണ്ടിട്ടുണ്ട്, തമിഴ് നസ്രിയയുടെ. ആ സിനിമയ്ക്കകത്ത് നസ്രിക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോ അവിടെ വെച്ച് ചെയ്യുന്നില്ലേ ആ സംഭവം? AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകാൻ പോവാണ്. അപ്പൊ അവിടേക്ക് നമ്മളൊരു ഇലക്ട്രിക് പൾസ് കൊടുക്കും, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ആ ഷോക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ഹാർട്ട് തിരിച്ചു കയറിപ്പോലും, അല്ലെങ്കിൽ 1 or 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും ചിലർക്ക്, ചിലപ്പോ അല്ലെങ്കിൽ ഇതായിപ്പോ. ഓക്കെ, അപ്പൊ അതാണ് AED. വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. നെക്സ്റ്റ് വരുന്നതാണ് AF. എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ് കേട്ടോ. എന്താണ്? ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ, ഹാർട്ടുമായിട്ട് ബന്ധം പറഞ്ഞില്ലേ. ഏറ്റവും മുകളിലുള്ള അറയിനെ നമ്മൾ ഏട്രിയൽസ് എന്നാണ് പറയാ. അപ്പൊ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള വെരി റാപ്പിഡ് ഹാർട്ട് റിതം ആണ് കേട്ടോ. വെരി റാപ്പിഡ് ഹാർട്ട് റിതം, ഇറഗുലർ ആയിട്ടുള്ള ആ ഒരു ഹൃദയസ്പന്ദനം, അതാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. അടുത്തത് എയ്ഡ്സ്. എന്താണ്? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് കേട്ടോ. അക്വയേർഡ് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ. നമുക്കറിയാം എയ്ഡ്സ് വരുമ്പോൾ നമ്മുടെ എന്തിനെ ബാധിക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്, ഇമ്മ്യൂണിറ്റിനെ ഡെഫിഷ്യന്റ് ആക്കുകയാണ് അല്ലെ. രോഗപ്രതിരോധ ശക്തിനെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രതിരോധം കുറയും, ഒരുപാട് അസുഖങ്ങൾ പെട്ടെന്ന് വരും, അങ്ങനെയാണ് ആള് മരണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്തത് AK. എന്താണ്? എബവ് ദ നീ, മുട്ടിന് മുകളിലുള്ള ഭാഗമുണ്ട് കേട്ടോ. AK എബവ് ദ നീ. ഓക്കെ, AKA എന്താണ്? എബവ് ദ നീ ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുറിക്കുക കേട്ടോ, ഛേദിക്കുക. എബവ് ദ നീ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ AKA, അതായത് നമ്മൾ മുട്ടിന് മുകളിൽ വെച്ചിട്ട് മുറിച്ചു കളയാം, AKA എന്നാണ് പറയാ കേട്ടോ. എബവ് ദ നീ ആംപ്യൂട്ടേഷൻ, ദാറ്റ് മീൻസ് മുട്ടിന് മുകളിൽ വെച്ചിട്ട് കാലെന്ത് ചെയ്യാം? മുറിച്ചു കളയാം. ഓക്കെ, അടുത്തതാണ് A ലൈൻ. എന്ന് പറഞ്ഞാല് ആർട്ടീരിയൽ ലൈൻ ആണ് കേട്ടോ. എന്താണ്? ആർട്ടീരിയൽ ലൈൻ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കത്തീറ്റർ ആണ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ആർട്ടറി ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആർട്ടറിയിലോട്ട്, അതായത് ധമനിയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കത്തീറ്റർ ആണ്. A ലൈൻ എന്നാണ് പറയാ കേട്ടോ. ആർട്ടീരിയൽ ലൈൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ.
അടുത്തതാണ് AMA. AMA പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ. നമ്മൾ ലാമ ഡാമ എന്നൊക്കെ പറയും. ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ AMA അതായത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. AMA എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ദാറ്റ് മീൻസ് ഡോക്ടറുടെ മെഡിക്കൽ അഡ്വൈസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വിട്ടുപോകുന്ന അവസ്ഥ കേട്ടോ. AMB സ്മോൾ ലെറ്റർ ആണ്. AMB ആംബുലേറ്ററി. പിന്നെ ആംബുലേറ്ററിക്ക് പല മീനിങ് ഉണ്ട്. നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ ആംബുലേറ്ററി. അടുത്തത് AMI. AMI എന്താണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഹാർട്ട് അറ്റാക്ക് ആണ്. നമ്മൾ കാർഡിയോളജി പഠിച്ചിട്ടുണ്ട് കേട്ടോ. AMI എന്താണ്? അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അടുത്തതാണ് AMS. AMS എന്ന് പറഞ്ഞാൽ ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് കേട്ടോ. ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് കേട്ടോ. നമുക്ക് ഇങ്ങനെ മാനസികാവസ്ഥ ഇതായി പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. AMS. ANT ആണ്. സ്മോൾ ലെറ്റർ ആണ്. ANT. ആന്റീരിയർ പോസ്റ്റീരിയർ എന്നൊക്കെ നമ്മൾ പറയാം. ആന്റീരിയർ എന്ന് വെച്ചാൽ നമ്മുടെ മുകൾ ഭാഗമാണ് കേട്ടോ. ബോഡിയുടെ മുകളിലോട്ട് നമ്മുടെ യബ്ഡോമിന്റെ മുകളിലേക്കുള്ള ഭാഗം ആന്റീരിയർ എന്ന് പറയുന്ന ഭാഗം. പോസ്റ്റീരിയർ കീഴ്ഭാഗം അങ്ങനെ കേട്ടോ. അപ്പൊ അതിന് ആന്റ് എന്നാണ് പറയാം. അടുത്തതാണ് AO×4. നമ്മളിപ്പോ 24/7 എന്നൊക്കെ പറയുന്നത് പോലെ സംഭവമാണ് AO×4 എന്ന് പറഞ്ഞാല് അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ് ദ ടൈം ആൻഡ് സെൽഫ് കേട്ടോ. അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ് ദ ടൈം ആൻഡ് സെൽഫ്. അതായത് സാധാരണ നമ്മൾ ഒരു എന്താ പറയാ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്. അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ. നമ്മളൊരു വ്യക്തിയോട് 4 ചോദ്യങ്ങൾ, അതാണ് AO×4, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. അതായത് ഹു ആർ യു, അതുപോലെ തന്നെ അതാണ് അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ. ഹു ആർ യു ഒരു ചോദ്യം നമ്മൾ ചോദിച്ചത്. പ്ലേസ്, വേർ ആർ യു നൗ, നിങ്ങൾക്ക് എവിടെയാണ്. ടൈം, വാട്ട് ഇസ് ദ ടൈം, അങ്ങനെ ചോദ്യം. വാട്ട് ഇസ് ദ ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് സെൽഫ്, വാട്ട് ജസ്റ്റ് ഹാപ്പൻ ടു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു. അങ്ങനെ നമ്മൾ 4 ക്വസ്റ്റ്യൻസുകൾ അവരോട് ചോദിച്ചുകൊണ്ട് അവരുടെ മെന്റൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് നമ്മൾ മെഷർ ചെയ്യാണ് കേട്ടോ. ഓക്കെ. AO×4. 4 മീൻസ് 4 ക്വസ്റ്റ്യൻസ് ആണ്. ഹു ആർ യു, പ്ലേസ് ചോദിക്കും അല്ലെ, വേർ ആർ യു നൗ, ആൻഡ് വാട്ട് ഇസ് ദ ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് വാട്ട് ജസ്റ്റ് ഹാപ്പൻ ടു യു. അങ്ങനെ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യാണ് കേട്ടോ. അത്രയും മതി ഇന്ന്. ഓക്കെ. 21 വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് അവിടെ വരെ ഉള്ളില് 12 മാർക്ക് ചെയ്യാം കേട്ടോ. ഈ പേജിനകത്തെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. 12 മാർക്ക് ചെയ്യാം. 12, 16, 16 മാർക്ക് ചെയ്യാം. 25 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 25, 25, then 27, 27, 27. ആ പേജില് 12, 16, 25, 27. ഓക്കെ. അത്രയും മാർക്ക് ചെയ്യാം. ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേറെ മിസ് അത് കണ്ടിന്യൂ ചെയ്തെടുക്കൂ കേട്ടോ. ഓക്കെ. അവര് തീർന്നതിന്റെ ബാക്കി വെച്ച് ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? നമ്പേഴ്സ് ഒക്കെ പറഞ്ഞത് കിട്ടിയല്ലോ അല്ലേ? ആസ്ഫിക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് കേട്ടോ. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാം. എന്തുണ്ടാവും? നമ്മൾ അൺകോൺഷ്യസ് ആവും കേട്ടോ. അബോധാവസ്ഥയിലാവുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് നമ്മൾ ആസ്ഫിക്സിയ എന്ന് പറയുന്നത് കേട്ടോ. ആസ്ഫിക്സിയ. ഓക്കെ. വൈൻഡ് അപ്പ് ചെയ്തോട്ടെ എന്നാ. Thank you, ma'am. താങ്ക് യു. Thank you.